ഇന്ന് ചിക്കൻ ലെഗ് ഗ്രേവിയോട് കൂടെയുള്ള ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ഈ ചിക്കൻ ലെഗിലേക്ക് ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീര് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായി കുഴച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഒരു ബൗളിലേക്ക് മുളക് പൊടിയും തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം. 6 ചിക്കൻ ലെഗാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം നമ്മൾ മാറ്റി വെച്ച ആ ചിക്കൻ ലെഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ചിക്കൻ ലെഗിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ച് നമുക്കൊരു 10 മിനിറ്റെങ്കിലും മാറ്റി വെക്കാം. ഇനി ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തൈര് ചേർത്തത് കൊണ്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ 2 ഭാഗവും നമുക്ക് മൊരിയിപ്പിച്ചെടുക്കാം. ചിക്കൻ പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്കായ ചേർത്ത് ആ പാനിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് 2 സവാള നന്നായി കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. ഈ പാനിൽ ഗരം മസാല ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. സവാള നന്നായി വഴന്നു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് 1 തക്കാളിയും കുരു കളഞ്ഞ 3 ഈത്തപ്പഴവും നമുക്ക് ഗ്രൈൻഡറിൽ അരച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ എരിവും പുളിയും അല്പം മധുരവുമുള്ള ചിക്കൻ ഗ്രേവി ഫ്രൈ റെഡിയായി. ഈത്തപ്പഴത്തിന് പകരമായി ഹണിയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിയിലയും ചേർത്താൽ നമുക്കിനി ഉപയോഗിക്കാം.